ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കൃഷിയെ പറ്റിയുള്ളൊരു ചെറിയൊരു വിവരണമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് PG ഗീവർഗീസിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ. വളരെ കാലമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുകയും വളരെ കാലത്തെ അനുഭവ സമ്പത്തുമുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇത് ഫുള്ള് കാണുവാൻ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ ഈ കൃഷിയോടുള്ള പുള്ളിയുടെ ഒരാഗ്രഹവും അതോടൊപ്പം ഞാൻ ഈ കൃഷി കണ്ടപ്പോൾ ഇതിൽ ഒരുപാട് കായ്ഫലവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് കണ്ട് അതെനിക്കൊരു പ്രചോദനമായി. അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ എടുക്കാൻ. അതെല്ലാം ഉണ്ടല്ലേ, പഴുത്തം ഉണ്ടല്ലേ? രണ്ടെണ്ണം ഉണ്ട്. ഇത് എത്ര നാളായി വെച്ചിട്ട്? അതെല്ലേ, 2 മാസം അല്ലേ? ഇതോ ഈ പച്ചമുളകോ എത്ര നല്ലോണം കഴിച്ചു ആണോ? ചെടി നട്ട് എത്ര നാൾ കഴിയുമ്പോ ഇത് കായ്ക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മാസം. പിന്നെ പാവല് പടന്ന് മേളിൽ കേറിയിട്ടുണ്ട്. പൂകുത്തും. തക്കാളി ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ടല്ലേ? ഉണ്ട്. പിന്നെ വേറെ തക്കാളി, പച്ചമുളക് കണ്ടോ നിൽക്കുന്നേ? കണ്ട് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഏറ്റവും വലുതായിട്ട് പറിക്കാമെന്ന് പറഞ്ഞു. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കിട്ടും. ചീര കണ്ടോ? ചീര എല്ലാം ഡ്രമ്മിനകത്താ അല്ലേ? ഡ്രമ്മിനകത്താ. അതിനകത്ത് എന്താ, വാഴയാണോ അതായിരിക്കുന്നത്? അത് വാഴയാ. ടിഷ്യൂ കൾച്ചർ വാഴ. അത് ഓമയാ, പ്രത്യേകതരം ഓമയാ അത്. പിന്നെ അപ്പുറത്ത് വേര, ചാമ്പ. ഇന്നിനിയിപ്പൊ ഇതെല്ലാം കളഞ്ഞേച്ച് വേറെ പുതിയ വാഴ വെച്ച് വെക്കണം. അത് ഈ ഡ്രമ്മിനകത്ത് ഈ 2 എണ്ണം വെച്ചാൽ ഇത് വലുതാവുമ്പോ കുഴപ്പമില്ല. നടുക്കൊരു കാല് കാട്ടിയാ മതി. ഇത് വെട്ടിയാമ്പ അല്ലേ? തേങ്ങയ്ക്ക് എന്നാ വിലയോ? 40 രൂപ. ഞാൻ ഇന്നലെ വാങ്ങിച്ചോ. മാങ്കോസ്റ്റ് പച്ചക്കറി തൈകള് ചെറിയ ഗ്രോ ബാഗ് അതിനകത്ത് കിട്ടും. ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് കളരമുള്ള കിളുത്ത്. അത് വാങ്ങിച്ചിട്ട് അതിന്റെ സൈഡ് ഒരു ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് ആ അടിമണ്ണ് പോകാതെ ഗ്രോ ബാഗിനകത്ത് നേരത്തെ മിശ്രിതം എല്ലാം കൂടെ മണ്ണ്, ചാണകപ്പൊടി, വേപ്പ് മണ്ണൊക്കെ, ചകിരിച്ചോറ് എല്ലാം കൂടെ ഇട്ട് ഇളക്കിയ മിശ്രിതം ഒരു നടുക്കോ അല്ലെ ഒരു ഗ്രോ ബാഗിനകത്ത് വേണ്ടി വന്നാൽ 2 എണ്ണവും നടാം. ഒരു ആ വലിപ്പത്തിന്റെ അനുസരിച്ച്. എന്നിട്ട് ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഇതങ്ങ് അതിനകത്തോട്ട് ഇറക്കി വെച്ച് ചുറ്റുപാടുമുള്ള മണ്ണ് അങ്ങോട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞ് അടുപ്പിച്ചൊരു 3-4 ദിവസം നമ്മൾ വെള്ളം തളിക്കണം. വെള്ളം കെട്ടി നിൽക്കരുത്. അങ്ങനെ ആണ് മുളക്. ഇതെല്ലാം ഞാൻ വളർത്തിയത് അങ്ങനെ. പിന്നെന്തേലും വളം ചെയ്യാറുണ്ടോ? പിന്നെ ചെയ്യാറുണ്ട്. അത് എത്ര ദിവസം കഴിയുമ്പോഴാ? അത് ഒരു മാസം കഴിയുമ്പോൾ ഇത് ഇച്ചിരി എഴുപ്പ് വന്ന് കഴിയുമ്പം ഈ ഒന്നുകില് ഈ ഗോമൂത്രം ഇല്ല എങ്കിൽ ചാണകത്തിനകത്ത് ഗോമൂത്രം നേരിട്ട് ഒഴിക്കരുത്. അത് ഡൈല്യൂട്ട് ആക്കി ഇട്ടേ ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ എന്ന് പറയുന്നത് ചാണകമാണെങ്കിൽ അതും കടലപ്പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും എല്ലാം കൂടെ ഇട്ട് ഒന്ന് പുളിച്ച് കഴിയുമ്പോൾ അത് വലിയ ഒരു 20 ലിറ്ററിന്റെ ഒരു വീപ്പയ്ക്കകത്ത് ഇട്ട് കലക്കി എന്നിട്ട് ഓരോ മഗ് ചെയ്ത് ഓരോ ബാഗിനകത്ത് ഒഴിക്കുക. ഞാനിവിടെ ചെയ്യുന്നത് എനിക്ക് 20 ലിറ്ററിന്റെ ഒരു ഡ്രമ്മുണ്ട്. അതിനകത്ത് ഇത് റെജിയോട് പറഞ്ഞ് കൊണ്ടുവന്ന് എല്ലാം ഇളക്കിയിട്ട് പിന്നെ 2-3 ദിവസം ഞാൻ അത് ഇളക്കിക്കൊണ്ടിരിക്കും. 2-3 ദിവസം കഴിഞ്ഞേ ഒഴിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഒന്ന് പുളിച്ച് കഴിയും. അപ്പൊ നല്ല ഭയങ്കര വാടയായിരിക്കും ഇതിന്റെ. നമ്മളിവിടെ ഗ്രോ ബാഗിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മണം
കണ്ടവാനും വരും അത്. ഓക്കെ. മണ്ണിനകത്ത് കുഴിച്ചിടുന്ന പോലെ അല്ല. ആ ആ ആ പിന്നെ നമ്മൾ ഈ ഗ്രോ ബാഗിനകത്ത് ഈ മിശ്രിതം ഞാനിപ്പോ ഈ നട്ടിരിക്കുന്നതിനെല്ലാം ഈ മിശ്രിതം എല്ലാം കൂടെ ചേർത്താണ് നട്ടിരിക്കുന്നത്. വേപ്പ് പിണ്ണാക്ക്, ചകിരിച്ചോറ്, ജൈവവളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ വെച്ചിരിക്കുന്ന. കരിയില ഇടയ്ക്കിടയ്ക്ക് കരിയില ഇടുമ്പോ ഈ പുട്ടുണ്ടാക്കുമ്പോ പീര തേങ്ങാപ്പീര ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് കരിയിലയും എല്ലാം മണ്ണ് ഫില്ല് ചെയ്യുമ്പോ ഏറ്റവും നല്ലത് ഇത് ഈ പച്ച നിറത്തിലുള്ള ഗ്രോ ബാഗാണ് നല്ലത്. അതാവുമ്പോ 50 രൂപയാണ്. ഒരു 5 വർഷം വാറണ്ടി ഉണ്ട്. മറ്റേത് 1 വർഷം നിൽക്കത്തുള്ളൂ വെള്ള ഗ്രോ ബാഗ്. എന്നാൽ ഡ്രം ആണെങ്കിൽ അതിന് കിഴുത്ത ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാം. ഇപ്പൊ തന്നെ ആ ഡ്രമ്മിനകത്ത് ഞാൻ ഏത്തവാഴയുടെ ടിഷ്യൂ കൾച്ചർ അത് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ഡ്രമ്മിനകത്ത് 2 or 3 വെക്കാം. നടുക്കൊരു കാല് ഇത് വളർന്നു വരുമ്പോ ഒറ്റ കാല് വെച്ചാ മതി. എന്നിട്ട് ചരടിട്ട് കെട്ടി വെക്കും. ഓക്കെ. അപ്പൊ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലെ? കിട്ടും. നമുക്ക് ഇപ്പം തക്കാളി ഇപ്പൊ ഈ തയ്യലുണ്ടാവും. ഇതെല്ലാം 3 മാസം 4 മാസം ആയതേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ തക്കാളി കിട്ടി തുടങ്ങിയ എത്ര നാളത്തേക്ക് ഒരു തയ്യെന്ന് നമുക്ക് തക്കാളി കിട്ടും? തയ്യെന്ന് അതിന്റെ ഇതിപ്പോ പറിച്ചു കഴിഞ്ഞാൽ ചില ഇതിനകത്ത് ഗ്രോ ബാഗിനകത്ത് അത് വീണ്ടും പൂക്കൾ കിട്ടും. അതുപോലെ തന്നെയാണ് കോളിഫ്ലവർ ഇതുപോലെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് സീസണല്ല. ഓക്കെ. ഈ തക്കാളിക്ക് എന്തെങ്കിലും സീസൺ ആണോ? അത് ഏത് സമയത്തും കൃഷി ചെയ്യാവോ? ഇല്ല, അതും സീസണല്ല. ആണോ? അത് ഏത് ടൈം? അത് ഈ ഓണത്തിന് മുമ്പ് 2 മാസം മുമ്പാ ഇതെല്ലാം നടന്നത്. നമ്മളിന്ന് ഇച്ചിരി താമസിച്ചു പോയി. കാച്ചിലും ഇതുമെല്ലാം ഫെബ്രുവരിയിലാണ് നടന്നത്. കാച്ചില്, ചേന, ചേമ്പ് എല്ലാം നടുന്നത് ഫെബ്രുവരി. ഇത്രയും വിലപ്പെട്ട അറിവുകൾ പകർന്നു തന്ന സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ കാണുന്ന പലരും കൃഷിയെപ്പറ്റി വളരെയധികം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാകും. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി